ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ വയനാട്ടിലേക്ക് യാത്ര പോകാൻ പ്ലാൻ ചെയ്ത് നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന സ്ഥലം നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. ഇന്നത്തെ നിങ്ങളെ യാത്ര കറുത്ത സ്വർണത്തിന്റെ നാട് എന്നറിയപ്പെടുന്ന പുൽപ്പള്ളിയിലേക്കാണ്. ശുദ്ധമായ വയനാടൻ തേനിനും പേര് കേട്ടതാണ് പുൽപ്പള്ളി. കേരളത്തിലെ പ്രശസ്തമായ സീതാദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പുൽപ്പള്ളിയിലാണ്. സുൽത്താൻ ബത്തേരിയിൽ നിന്ന് മനോഹരമായിട്ടുള്ള വനപാതയിലൂടെയാണ് പുൽപ്പള്ളിയിലേക്ക് 24 കിലോമീറ്ററും താണ്ടി നിങ്ങൾ യാത്ര ചെയ്യുന്നത്. പോകുന്ന വഴിക്ക് തന്നെ നിങ്ങൾക്ക് വന്യമൃഗങ്ങളെ കാണാൻ പറ്റുന്ന കുറെ സ്ഥലങ്ങളുണ്ട്. ഞങ്ങൾ പോയ സമയത്ത് ആനകളെ കണ്ടിട്ടുണ്ടായിരുന്നു. പുൽപ്പള്ളിക്കടുത്തായി സ്ഥിതി ചെയ്യുന്ന മറ്റ് അടിപൊളി ടൂറിസ്റ്റ് പ്ലേസുകളാണ് സീതാ ലവാകുശ ക്ഷേത്രം, കുറുവാ ദ്വീപ്, എടക്കൽ ഗുഹ, സൂചിപ്പാറ വെള്ളച്ചാട്ടം, മുത്തങ്ങ വന്യജീവി സങ്കേതം, പഴശ്ശി കുടീരം, കബനി നദി, മാവിലന്തോട് പഴശ്ശി സ്മാരകം, പാക്കാം സ്രാമ്പി, കുറുമ്പാലക്കോട്ട. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ എവിടെയും കൂടി പോയി കഴിഞ്ഞാൽ അടിപൊളിയാകും. ഇവിടുത്തെ ജനങ്ങളുടെ വരുമാന മാർഗം എന്ന് പറയുന്നത് കൃഷിയാണ്. അപ്പൊ നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക്, അതുപോലെ തന്നെ ഫുഡ് വേസ്റ്റ് കാര്യങ്ങളൊന്നും അവിടെ ഇവിടെയും ഇട്ട് അവിടുത്തെ സ്ഥലങ്ങൾ നശിപ്പിക്കരുത്. എന്തെങ്കിലും കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതുപോലെ തന്നെ തിരിച്ചു കൊണ്ടുവരിക. പുൽപ്പള്ളിയിലേക്ക് യാത്ര ചെയ്തവരാണ് നിങ്ങളെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. യാത്ര ചെയ്യാത്തവർ നിർബന്ധമായും പോകുക. അടിപൊളി പ്ലേസ് ആണ്.